അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട്. ഒരിക്കലും നെഗറ്റീവ് എടുക്കാത്തിട്ടോ ഷെഫി, ഒരുപാട് ഇഷ്ടം നിങ്ങളെ പ്രത്യേകിച്ച്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ദിവസമായി ഈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ റെഗുലറായിട്ട് അങ്ങനെ ഇടാനുള്ള ടൈം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ആയിട്ട് വരാത്തത്. ഒരുപാട് പേര് ചോദിച്ചു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് വീഡിയോസുകൾ ഇടാൻ അങ്ങനെ ടൈം കിട്ടുന്നില്ല. ഒരുപാട് ബിസിയാണ്, മദ്രസയും സ്കൂളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പിള്ളേരെ കൊണ്ടുവിടുന്നതും പിടിക്കുന്നതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് ടൈം കിട്ടുന്നില്ല. എന്നാൽ എന്തായാലും വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. എന്തായാലും ഇടണം. കുറേ പേര് ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണാതാവുമ്പോൾ ചോദിക്കുന്നവരുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം കേട്ടോ പറയുന്നത്. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സ് എന്താണ് വീഡിയോസ് ഇടാത്തത്, വീഡിയോസ് ഇടണേന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യണ കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ഡെയിലി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ട് പറ്റുന്നില്ല. ഓരോ തിരക്കുകൾ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ എന്താ പറയുക, ഷെമി, ഷെഫി ഇവരെക്കുറിച്ച് പറയാനാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവരിൻ്റെ തന്നെ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നതിനെ കുറിച്ച് എന്താണ് ഇത്, രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നില്ലേ, എന്താണ് അത് നോക്കുന്നില്ലേ എന്നുള്ള തരത്തിൽ കമൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോയിൽ. അപ്പോൾ അതിനുള്ള കമൻസ് എന്താണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ എന്താണ് ഷെമിക്കാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ രണ്ടാമതല്ല നോക്കുകയാണെങ്കിൽ 4ാമത്തെ പ്രസവമാണ്. അപ്പം പുള്ളിക്കാരി ഈ ഒരു പ്രസവം എന്ന് പറയുന്നത് കുറച്ച് എന്താണ് പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ പുള്ളിക്കാരിക്ക് താല്പര്യമില്ല, പ്രസവിക്കണമെന്ന് താല്പര്യമില്ല. പക്ഷേ ഷെഫി ആണെങ്കിൽ അങ്ങനെയല്ല സംസാരിക്കുന്നത്. ഷെഫിക്ക് ഇനിയും ഹെൽത്ത് ഇഷ്യൂസ് ആയാലും വേണ്ടില്ല, എനിക്കൊരു കുഞ്ഞും കൂടി വേണം എന്നുള്ള തരത്തിലാണ്. അത് ആഗ്രഹം ഉണ്ടാവും, ശരിയാണ്. പക്ഷേ നമ്മൾ ഭാര്യമാരുടെ ഹെൽത്തും നമ്മൾ നോക്കണം അല്ലേ, നോക്കിയിട്ട് വേണം നമ്മൾ അതിന് മുന്നിട്ട് ഇറങ്ങാൻ. അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം റിപ്ലൈ കൊടുക്കാൻ. ഇവർ അങ്ങനെയല്ല ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെ കുറ്റം പറഞ്ഞിട്ടോ നമ്മളെ നേർക്ക് വന്നിട്ടോ യാതൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും ഷെഫിയും പറയുന്ന ആ മറുപടിക്ക് പറയുന്ന ഇതൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിന് കൊടുക്കുന്ന റിപ്ലൈ എന്താണെന്നൊന്ന് നമുക്ക് ആ കമൻറ്റിനുള്ള റിപ്ലൈ എന്താ കൊടുക്കണമെന്നൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കും. അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട്. ഒരിക്കലും നെഗറ്റീവ് എടുക്കാത്തിട്ടോ ഷെഫി, ഒരുപാട് ഇഷ്ടം നിങ്ങളെ പ്രത്യേകിച്ച്. ആയിഷു കമന്റ് വായിക്കണം. ഓക്കെ, കമന്റ് വായിച്ചിട്ടുണ്ട്. ഫൗസിയ റിപ്പാര അപ്പൊ ഏതായാലും പ്ലാൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് ആഗ്രഹമുണ്ട്. ക്ഷമിക്ക്, എന്താ എനിക്ക് ആഗ്രഹമില്ല, ഞാൻ പേടിച്ചു. കാരണം അത്ര നമ്മളൊന്നും കുറേ ടെസ്റ്റും കാര്യമൊക്കെ ചെയ്ത് ഇനിയും അങ്ങനെ ആയി പോവോ എന്നുള്ളൊരു പേടിയും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇനി ചിലപ്പം ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഇനിയിപ്പം അഥവാ ഡോക്ടർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അല്ലേ, അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏതായാലും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല ആ കാര്യം. ബാക്കി പഠിച്ചോൻ തരികയാണ്. ശരിക്ക് ഷെമിയുടെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. എന്താ പറയുക, അവർക്ക് ഒട്ടും താല്പര്യമില്ല. എന്താണ് ഇനി ഒരു കുഞ്ഞ് വേണമെന്ന് അവർക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഷെഫിയാണ് ഫോഴ്സ് ചെയ്ത് തട്ടുന്ന ഇതിൽ നിങ്ങൾ കൈയൊക്കെ പോകുന്നത് കണ്ടു കാണും. അപ്പോൾ അവരാണ് അത്രയും റിസ്ക് അവിടെ അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ, ഒരു അബോർഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണ് വിചാരിക്കുന്നത് പോലെയൊന്നുമില്ല. അതൊക്കെ അനുഭവിച്ച പെണ്ണുങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ എന്താണ് ഭർത്താക്കന്മാർക്ക് എന്തും പറയാം, ഇനി ഒന്നുകൂടെ വേണം, അവർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷേ ഷെമിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതൊക്കെ പുള്ളിക്കാരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിനി ഒരു കുഞ്ഞ് വേണമെന്ന് താല്പര്യമില്ല. എന്താ വെച്ചാൽ ആ ടെസ്റ്റും ഇതൊക്കെ കാര്യങ്ങളും അതിൻ്റെ പേടി കൊണ്ടും, അതുപോലെ തന്നെ എന്താ പറയുക, ആ കുഞ്ഞ് നഷ്ടമായിട്ടുള്ള ആ ഒരു പേടി കൊണ്ടും പുള്ളിക്കാരിക്ക് ഇനി എനിക്ക് പ്രസവിക്കണമെന്നില്ല. പക്ഷെ ഷെഫിക്ക് ആഗ്രഹമുണ്ട്. ഷെഫിക്ക് ആഗ്രഹം ഇല്ലാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഷെഫിയുടെ പ്രായവും അങ്ങനത്തെയാണ്. അവനക്ക് 1 അല്ല 2 അല്ല 3 4 മക്കൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണെന്നുള്ളത് ഷെഫിക്ക് അറിയാം.
അതുപോലെ തന്നെ എന്താണ് ഇത്രയും ഡിഫിക്കൽട്ടാണ് പ്രസവിക്കുന്നത്, ഇത്രയും ഡിഫിക്കൽട്ടാണെന്ന് അറിയാം. എന്നിട്ടും ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന ആ ഒരു രീതി കാണുമ്പോൾ ഒരിക്കലും ഷെഫിയ അംഗീകരിക്കാൻ തോന്നുന്നില്ല. ഒരിക്കലും എന്ത് തന്നെ പറഞ്ഞാലും, ഇപ്പം ആരൊക്കെ ഷെഫിയെ അംഗീകരിച്ചിട്ട് വന്നാലും, എന്ത് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നാലും, ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പെണ്ണിൻ്റെ വേദന അറിയാത്തവൻ ഒരിക്കലും ഒരു പുരുഷനാവില്ല. ഒരു എന്താ പറയുക, അത്രയും ഇപ്പോൾ എന്ത് തന്നെ നിസ്സാരം ഒരു പീരിയഡ്സ് ആണെങ്കിൽ കൂടി ആ പെണ്ണ് അനുഭവിക്കുന്ന വേദന അത് ആ ഒരു പെണ്ണിന് മാത്രമേ അറിയുള്ളൂ, ഒരു പുരുഷനും അത് അറിയണമെന്നില്ല. പിന്നെ ആ പെണ്ണിൻ്റെ വേദന മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഇത്രയും കൺമുന്നിൽ ഈ ഷെഫി കണ്ടിട്ടും, ഷെമി അനുഭവിക്കുന്നത് ഇത്രയും കണ്ടിട്ടും, ഒരു കുഞ്ഞ് നഷ്ടമായിട്ടും കൂടി അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് പടച്ചോൻ തരുന്നതാണ്, തരട്ടെ, അങ്ങനെ ആ ഒരു രീതിയിൽ പറയാമായിരുന്നു. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്, ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ്, എനിക്ക് വേണം അവളെ കൊണ്ട്. ഇതൊക്കെ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ചോ അതിൽ ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല. അവർക്ക് എന്താ പറയുക, റീച്ചിന് വേണ്ടിയിട്ടുള്ള പല കാരണങ്ങളും കണ്ടന്റ് മാത്രമാണ് ഷെഫി ഇതാകുന്നത്. ഷെമിക്ക് പല കാര്യങ്ങളും പുള്ളിക്കാരിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളിക്കാരി പലതും മൂടി വെക്കുകയാണെന്നുള്ളത് ഈ ഒരു പല വീഡിയോസുകളും എടുത്തു നോക്കിയാൽ മനസ്സിലാവും. വീഡിയോയ്ക്ക് മുമ്പിൽ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരെ ഒന്ന് കണ്ടു നോക്കൂ. ബൈക്കിന് ഇത് മറ്റേന്റെ കണ്ടിന്യൂ അല്ല. ഇത്താക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഷെഫിയെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന്, പ്രായം കുറവായത് കൊണ്ട്? അതുപോലെ തിരിച്ച് ഷെഫിക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രായത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. ഇഷ്ടം മാത്രമല്ല, ഇഷ്ടം ഒരുപാട്. അപ്പം ഇത്തേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് ഷെമി പറയട്ടെ കാര്യം. തോന്നിക്കണേ ചെയ്യണ്ടായിനോന്ന് തോന്നുന്നുണ്ട്. തോണ്ടുണ്ട് കാലോണ്ട് പറയണ്ടാന്ന്. അതില് കാണൂല, ഞാൻ പറഞ്ഞേ അത് കാണാനായിട്ട് ഞാൻ പറഞ്ഞേ. അങ്ങനെ തോന്നിക്കണേ ചെയ്യണ്ടായിനോന്ന്. അതെന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾ ചോദിക്കുമ്പോ കറക്റ്റ് ചോദിക്കണ്ടേ? ഞാൻ ഇന്ത്യ ചോദിക്കണേ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായം കുറവായത് കൊണ്ട് കേട്ടോ ഇന്ന് ചോദിച്ചേ. പ്രായം കുറവായത് കൊണ്ട് എനിക്കും തോന്നിയില്ല. പ്രായം കുറവായത് കൊണ്ടല്ല എനിക്ക് അങ്ങനെ തോന്നിയത്, സ്വഭാവം കൊണ്ട്. അല്ലാണ്ട് പ്രായം കുറവായ കൊണ്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതാണ് അതിന്റെ കാരണങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ നിങ്ങള്? ഞങ്ങള് ചോദിച്ചില്ലായി. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, ഷെമി പറഞ്ഞത് കേട്ടല്ലോ. പ്രായക്കുറവുള്ള ആളെ വിവാഹം കഴിക്കരുതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രായക്കുറവുള്ള അവരെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഫാമിലീസും എത്രയോ പേരുണ്ട്. അപ്പം പുള്ളിക്കാരി നേരത്തെ ഒരു വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോസിൽ കാണുന്നത് പോലെയല്ല, ഞങ്ങൾക്കും ഉണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും വീഡിയോയ്ക്ക് മുമ്പിൽ വരുന്നതല്ല യാഥാർത്ഥ്യം. അതിൻ്റെ പുറകെ പല കാര്യങ്ങളുണ്ട്. ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞതൊന്നുമല്ല. അത് മാത്രം കണ്ടിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ ഇതാക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരോട് എന്താണ് ദേഷ്യപ്പെടുന്നത്, അവരുടെ ആ ടി ഫാമിലിയെ കണ്ടുപിടിക്കുക, ആ ഫാമിലിയെ കണ്ടുപിടിക്കുക, ഈ ഫാമിലി. ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഭർത്താക്കന്മാരുടെ അടുത്ത് പറയേ ചെയ്യരുത് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ചു പോവുക. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് അവരുടെ ജീവിതം കണ്ടോ ഇവരുടെ ജീവിതം കണ്ടോ ഇങ്ങനെയാണെന്നൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ അവരെക്കാൾ നമ്മുടെ ലൈഫായിരിക്കും അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് പോണത്. പക്ഷെ മറ്റുള്ളവരെ അവരുടെ ഇത് നമ്മുടെ മുന്നിലൊക്കെ അവർ ഭയങ്കര അഭിനയിക്കുമായിരിക്കും. പക്ഷെ പുറകിൽ അതിൻ്റെ 100 ഇരട്ടി വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പം എന്തായാലും ഈ ഒരു ഇതിൽ ഷെമിൻ്റെ കാര്യം പറയണത്, പ്രായക്കുറവ് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ശരിയാണ്, നമ്മുടെ കുറച്ച് 1 or 2 പ്രായം അല്ലെങ്കിൽ 5 or 6 വയസ്സിൻ്റെ ഡിഫറൻസ് ഒന്നുമില്ല. ഇവർ തമ്മിൽ 20 or 30 എന്തോ ഡിഫറൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഷെമി അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഷെഫിക്ക് എല്ലാം കുട്ടിക്കളിയാണ്, ഇപ്പോഴും ആ ഒരു കുട്ടിത്തം മാറിയിട്ടില്ല. അപ്പോൾ എന്താണ് പക്വതയുള്ളൊരു പെണ്ണ്
നമുക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു പെണ്ണിന് കുറച്ചുകൂടി മെച്യൂരിറ്റി ആവും, പക്വത വരും, അതിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ ഇത്. നമ്മളെക്കാളും ഇളയവരെ നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര മെച്യൂർ ആവും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇളയവരെ കല്യാണം കഴിയുമ്പോൾ അവർ മെച്യൂർ ആയിരിക്കും. അവർക്ക് എപ്പോഴും കളിയും ചിരിയും തമാശകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഷെമിയെ സംബന്ധിച്ച് അതിനൊന്നും പുള്ളിക്കാരിക്ക് എന്തോ പുള്ളിക്കാരി ഇഷ്ടക്കേട് കൊണ്ട് നിവർത്തികേട് കൊണ്ട് ചെയ്യുന്ന രീതിയിലാണ് പല വീഡിയോസുകൾ എടുത്ത് നോക്കുമ്പോഴും മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് പുള്ളിക്കാരി ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പല ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. യൂട്യൂബ് ഏർണിങ്സ് അല്ലെങ്കിലും മറ്റ് ബിസിനസിന്റെ വരുമാനം ഷെമിയുടെ അക്കൗണ്ടിലേക്ക് വരാറുണ്ടോ? ഇല്ല. ഷെമിയാണോ അത് കൈകാര്യം ചെയ്യാറ്? അല്ല. എനിക്കിതൊക്കെ ഒന്ന് വിശദീകരിക്കാനുണ്ടായി. ഇത് വിശദീകരിച്ചോ? ഒരു മിനിറ്റ് കൂടുതലായിരുന്നു കേട്ടോ എന്റെ വിശദീകരണം. ഇത് എത്രയും വിശദീകരിക്കും. ഇന്നൊരു ദിവസം മൊത്തമാണെങ്കിലും വലുത് വിശദീകരിക്കും. പിന്നെ യൂട്യൂബിന് ഏർണിങ്സ് ഒന്നും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം എന്നൊന്നും അങ്ങനൊന്നും എനിക്കില്ല കേട്ടോ. ആഗ്രഹമില്ല. പക്ഷെങ്കിൽ എന്നാലും എന്തായാലും കിട്ടണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു ജിപേ തുടങ്ങി തരാനൊക്കെ ഞാൻ ഷെഫിനോട് പറയാം. അപ്പൊ ഷെഫിനോട് അറിയാം തീർന്നു, വെറുതെ ഇങ്ങനെ കുടുങ്ങും അങ്ങനാന്നൊക്കെ. എന്നോ അതിലുള്ള കുറച്ച് പൈസ ഉണ്ട്, അതെങ്കിലും എടുക്കാൻ അതിന് ഒഴിവില്ല. എന്റെ കയ്യിനോ? ഞാൻ പറഞ്ഞല്ലോ, ജിപേ തുടങ്ങി കഴിഞ്ഞാല് തുടങ്ങിയ ആൾക്കാർ ഓരോരുത്തരും കമന്റ് ചെയ്യണം. ജിപേ തുടങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും കടം ചോദിക്കും, പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എന്റെ കയ്യിനെന്ന് പറഞ്ഞ ശേഷം ഞാൻ തുടങ്ങി. ഞാൻ ആവിട്ട അപ്പം പിന്നെന്താക്കും, നമ്മുടെ അടുത്ത് കുറച്ച് പൈസ നമ്മളൊന്ന് മാറ്റി വെക്കാൻ വിചാരിക്കുമ്പോഴേക്കും ആരെങ്കിലും കടം ചോദിക്കും. അപ്പോഴേക്കും ആ കടം കൊടുക്കും. പിന്നെ ആ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തെറ്റലായി പെണ്ണുങ്ങളായി ഇല്ലേ? ഷെഫി പറയണ ആ ഒരു മറുപടി കണ്ട ജിപേനെ കുറിച്ചിട്ട് പറയാണ്. അതിലേക്ക് ഷെമിക്ക് പൈസ ഇട്ടതിന് കടം ചോദിക്കും. അങ്ങനെ നമിച്ചു. എന്താണെങ്കിലും ഇതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. എന്തായാലും രണ്ടുപേരുടെയും എഫേർട്ട് തന്നെയാണ് ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുള്ളിക്കാരിക്ക് കൊടുക്കാതെ ഇവൻ മാത്രം അത് കൈകാര്യം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. രണ്ടുപേരും കൂടി എഫേർട്ട് ആകുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് പൈസ കൊടുക്കണം. ഇതാണ് ഈ ഒരു ഇതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്കൊന്നും എവിടെ എത്താൻ പറ്റില്ല. നമുക്കായിട്ടൊരു ഏർണിങ്സ് എപ്പോഴും വേണം. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളതാണ്, നമ്മൾ ഭർത്താക്കന്മാരുടെ മുമ്പിൽ 1 രൂപയാണെങ്കിലും 10 രൂപയെങ്കിലും ചോദിക്കുമ്പോൾ അവരുടെ ആ ജാടയും അവരുടെ ആ ഒരു ഇതൊക്കെ കാണുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു ഏർണിങ്സ്, നമുക്ക് ഒരു പേഴ്സണലി എനിക്കൊരു പറയാനുള്ള കാര്യം കേട്ടോ സ്ത്രീകളോട്. ഇത് കണ്ടപ്പോൾ പറയണം, നമുക്കും ഒരു എന്തെങ്കിലുമൊക്കെ ഏർണിങ്സ് വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ബിഗ് സീറോ തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മോശമാക്കി പറയുക അങ്ങനെയൊന്നും അല്ല, ആരെയും മോശമാക്കി പറയല്ല. ഓരോ സ്ത്രീകൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഏർണിങ്സും അവർക്ക് ഒരു ഇത് വേണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കേണ്ട ഒരു ഇത് വരും. പ്രത്യേകിച്ച് ജോലി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, രണ്ടുപേരുടെ എഫേർട്ടായിട്ട് കൂടി. ശരിയാണ്, ഷെമിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും, ചെയ്തു കൊടുക്കുന്നുണ്ടാവും. എങ്കിൽ കൂടി അവളുടെ ആ ഒരു പറച്ചിൽ തന്നെ ഉണ്ട്, പുള്ളിക്കാരി എത്രത്തോളം പൈസ ഇല്ലാതെ അനുഭവിക്കുന്നുണ്ട്, പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആ പുള്ളിക്കാരിൻ്റെ ആ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. നമ്മളെ കല്യാണത്തിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത് എനിക്ക് വായിക്കാൻ തന്നെ തോന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം അതിന്റെ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ സാഹചര്യം വന്നാൽ ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമോ? അതിൽ അങ്ങനെ ഇപ്പൊ കെട്ടുകയാണെങ്കിൽ എത്ര ആൾക്കാർ കെട്ടേണ്ടി വരും? അപ്പം അതൊന്നും അങ്ങനൊന്നും സംഭവിക്കാത്ത കാര്യമാണ്. ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആരെങ്കിലും എന്തായാലും അറിവ് ഉണ്ടായിട്ടാണല്ലോ. അതെ, അങ്ങനത്തെ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ആളെയായിട്ട് നിങ്ങൾ ലൈവ് ഇട്ടിങ്ങാല് ഇവിടേക്ക് വരും, വീട്ടിലേക്ക്. ഞങ്ങൾ കൊടുവള്ളിയാണ്. കൊടുവള്ളി ഒന്ന് അന്വേഷിച്ചാൽ ഞങ്ങളെ ചോദിച്ചാൽ ആരും അറിയും. ഒന്ന് വരിക, അല്ലെ ഞങ്ങൾ ഇനി കൊടുവള്ളിയുള്ള ആളാണെങ്കിലും വീടറിയാലോ, ഇങ്ങോട്ട് വരും, ലൈവ് ഇട്ട്. എന്തോ ഒരു കമന്റിൽ വന്നിരിക്കുന്നത് ഷെഫി പെട്ടുപോയതാണ്, എന്തോ ഇവര് തമ്മിലുള്ള ഇതിന്റെ രഹസ്യബന്ധത്തിന്റെ ഇതില് ഷെഫിയെ പെടുത്തിയതാണ്, അങ്ങനെ നാട്ടുകാർ പിടിച്ച് കല്യാണം കഴിച്ച രീതിയിലുള്ള ഇതാണ്. പല ഇതും വരുന്നുണ്ട്. അപ്പോൾ പലരും സ്നേഹിക്കുന്നവർ വീട്ടിൽ പോകുന്നുണ്ട്, ആ ഒരു തരത്തിലൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പിടിച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനാണ് അവർ പറയുന്നത്, അത് വന്ന് അന്വേഷിച്ചോളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള തരത്തിലാണ്
അവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണ് ഇതിനുള്ള അവസരമൊക്കെ നിങ്ങൾ തന്നെയാണ് വരുത്തി കൊടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല പ്രായം കൂടിയ ഒരാളെ എന്താണ് വിവാഹം കഴിക്കുന്നത്. ഒരു പുരുഷൻ പ്രായം കുറവും സ്ത്രീ പ്രായം കൂടുതലായിട്ട് അങ്ങനെ വിവാഹം കഴിക്കുന്നത് ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ല. പല പ്രമുഖ നടന്മാർ, ഇപ്പോൾ സച്ചിൻ ആണെങ്കിലും ഐശ്വര്യ റായ് ബച്ചനൊക്കെ ആണെങ്കിലും അഭിഷേക് ബച്ചനൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഒരു പുതുമയല്ല. നമ്മൾ ലൈഫിൽ പ്രായം അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ പ്രായം കൂടുതലുള്ളതിനേക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കും നമ്മളെ കെയർ ചെയ്യുന്നതും നമ്മളെ നോക്കുന്നതും നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നതും. അങ്ങനെയും എത്രയോ ലൈഫുണ്ട്, എത്രയോ ജീവിതങ്ങൾ ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇപ്പോൾ ഷാജിദ് ഇടയ്ക്ക് ഒരു വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ ഒരു കാര്യം ആയതുകൊണ്ട് പറയുന്നുട്ടാ, ഇപ്പോൾ ഉള്ള ചെറുക്കന്മാർക്ക് ആൻറ്റിമാരോടാണ് താല്പര്യം. ശരിയാണെന്നാണ് ഒരു പരിധിവരെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ കെയറിങ് ആണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരാണെങ്കിലും ശരി ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ശരി കെയറിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്താണ് കുറച്ച് നമ്മളെക്കാളും നമ്മളെക്കാളും മുതിർന്ന പ്രായക്കാരാണെങ്കിൽ അവർക്ക് കെയറിങ് അതൊന്നും ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം, അവർ എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നിൽക്കുന്നു. അല്ലാതെ ഒരു കെയറിങ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ നമ്മളെക്കാട്ടും ഏജ് കുറവഡായിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുണ്ടല്ലോ, അവർക്കൊക്കെ കെയറിങ് കൂടുതലാണ്. ഒരു പരിധിവരെ കെയറിങ് ഉള്ള വ്യക്തിത്വങ്ങളാണ് ഇപ്പോഴുള്ള ജനറേഷൻ എന്ന് തന്നെ പറയാം. ഒരു 26-27 വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പലതും എടുത്ത് നോക്കുന്ന സമയത്ത് വീഡിയോസും കാര്യങ്ങളല്ല, പല ഇതൊന്നും നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പല ഓരോരുത്തർ അങ്ങനെ വിവാഹം കഴിച്ചവരുടെ ജീവിതങ്ങളും അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാം കേട്ടോ. അപ്പം അങ്ങനെയുള്ളതും ഉണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതിൻ്റെ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്താണ് ഇത്രയും ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്തായാലും നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കുറച്ച് എനിക്ക് ഷെഫിയോട് പറയാനുള്ളത്, കുറച്ച് പൈസ ഷെമിക്കും വേണ്ടി കൊടുക്കുക, കുറച്ച് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ വീഡിയോസിനെ കുറിച്ച്, ഷെഫിയെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.